മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. കുന്നത്തൂർപാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ ഉത്സവത്തിന് മുന്നോടിയായി താഴെ മടപ്പുരയിൽ അന്തിത്തിറ നടന്നു. രാത്രി വെള്ളാട്ടത്തിന് ശേഷം മുത്തപ്പന്റെ അമ്മ സങ്കല്പമായ മൂലംപെറ്റ ഭഗവതി കെട്ടിയാടി. പാടിയിൽ ഇനി ദേവോത്സവത്തിന്റെ നാളുകളാണെന്നാണ് വിശ്വാസം. തിരുവപ്പനയുടെ കൽപ്പന അനുസരിച്ചാണ് മൂലംപെറ്റ ഭഗവതി കെട്ടിയാടുന്നത്. ബാലനായ മുത്തപ്പൻ കുന്നത്തൂർപാടിയിൽ വന്നപ്പോൾ സ്ഥലദേവതയായ ഭദ്രകാളി സ്വാഗതം ചെയ്ത് പുത്രനായി സ്വീകരിച്ചുവെന്നാണ് ഐതിഹ്യം. ദാരികവധത്തിന് ശ്രീ പരമേശ്വരന്റെ ഫലലോചനത്തിൽ നിന്നും പിറന്ന ഭഗവതി അസുരനിഗ്രഹത്തിനു ശേഷം പാടിയിൽ കുടികൊള്ളുകയായിരുന്നു എന്നും വിശ്വാസം. ദാരികന്റെ താവളമായ ദാരികൻ കോട്ട പാടിക്ക് സമീപമാണെന്നും മൂലംപെറ്റ ഭഗവതി ഭദ്രകാളിയാണെന്നും എരുവേശിയിലെ പാടിക്കുറ്റി ഭഗവതിയാണെന്നും അതല്ല അയ്യൻകര നായനാരുടെ പത്നി പാടിക്കുറ്റി അന്തർജനമാണെന്നുമുള്ള അഭിപ്രായവുമുണ്ട്. മുള, നാര് ഇവ കൊണ്ട് ഗോപുരാകൃതിയിൽ കെട്ടിയുണ്ടാക്കി മലവാഴയില കൊണ്ട് അലങ്കരിച്ചതായിരിക്കും മൂലംപെറ്റ ഭഗവതിയുടെ മുടി. സൂര്യോദയത്തിനു മുൻപ് ഭഗവതി മുടിയഴിച്ചിരിക്കണം. 2 നാഴിക നേരം മാത്രമേ ഭഗവതി കെട്ടിയാടാൻ പാടുള്ളൂ. പ്രാർത്ഥനയോടെ എത്തുന്ന സ്ത്രീകൾ ഭഗവതിക്ക് വസ്ത്രം നൽകുന്ന പതിവുമുണ്ട്. രാത്രി വൈകി കെട്ടിയാടിയ ഭഗവതിയെ കാണാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. ഇനി കുന്നത്തൂരിൽ ദേവ ഉത്സവ നാളുകളാണ് എന്നാണ് വിശ്വാസം. അന്നദാനവും ഉണ്ടായിരുന്നു. നേരത്തെ വെള്ളാട്ടത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് അന്തിത്തിറ നടന്നു. പാടിയിൽ തീ പകരുന്നതിനായി പുതിയ വിളക്കും സ്ഥാപിച്ചു. ഡിസംബറിലാണ് കുന്നത്തൂർപാടി മുത്തപ്പൻ ദേവസ്ഥാനത്ത് 1 മാസം നീളുന്ന മഹോത്സവം. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ.